ഇന്നെനിക്ക് 8ൻ്റെ പണി കിട്ടിയൊരു ദിവസമായിരുന്നു കേട്ടോ. ഒരു കസ്റ്റമർ ഇതേപോലെ ഒരു ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി തന്നു. അപ്പോൾ ഞാൻ ഏകദേശം ഒരു റേറ്റ്, നമുക്ക് ക്ലോത്തിൻ്റെ റേറ്റ് അറിയാമല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു എമൗണ്ട് കസ്റ്റമറോട് പറഞ്ഞു, ഇത്രയൊക്കെ എമൗണ്ട് ഉണ്ടാവുക. അവർ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പേയ്മെൻ്റ് ഒക്കെ ഇട്ട് ഞാൻ ക്ലോത്ത് എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ചെറിയ എൻ്റെ കിളി ഇങ്ങനെ പോക്കൽ തുടങ്ങി. പിന്നെ ബില്ല് കിട്ടിയപ്പോഴാണ് എനിക്ക് തൃപ്തിയായത്. ഞാൻ കസ്റ്റമറോട് ഡ്രസ്സിൻ്റെ റേറ്റ് പറഞ്ഞതും അതേപോലെ ക്ലോത്തിൻ്റെ റേറ്റും ഏകദേശം അടുത്തെത്തി. ആകെ ഒരു 200-300 ഇതിന് ഡിഫറൻസ് ഉള്ളൂ. ചെയ്യേണ്ടത് കസ്റ്റമറോട് പറഞ്ഞാൽ അവരോട് നമ്മളൊരു എമൗണ്ട് പറഞ്ഞിട്ട് ആ എമൗണ്ട് ഇപ്പോൾ ഓക്കെ ആയതുകൊണ്ടാണല്ലോ. അവർ എന്തെങ്കിലും കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ അവരെന്താ പറയുക എന്നൊക്കെ അറിയാം. ആകെ ടെൻഷനായി. ഞാൻ വീട്ടിലെത്തോളം എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. കസ്റ്റമറോട് ഞാൻ ബില്ലും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. ക്ലോത്തിന് തന്നെ ഇത്ര റേറ്റ് വന്നിക്കണ്, അപ്പോൾ പിന്നെ നമുക്കിതിൽ വലിയ ലാഭമൊന്നും കിട്ടൂല എന്നൊക്കെ കസ്റ്റമറോട് പറഞ്ഞു കൊടുത്തപ്പോൾ ആദ്യം അവർ എന്താ ചെയ്യുക, നമുക്ക് ഈ റേറ്റല്ലേ പറഞ്ഞത്, ഈ റേറ്റിലാണ് ഞാൻ വീട്ടിൽ സംസാരിച്ചത്, അപ്പോഴാണ് ഓക്കെ ആയത്. ഇനി കൂടുതൽ പറഞ്ഞാൽ അവർ ചിലപ്പോൾ വേണ്ട പറയും, ഇത് ക്യാൻസലാക്കാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചു. 2000 സംതിങ്ങിൻ്റെ ക്ലോത്ത് ഞാൻ അവിടെ വാങ്ങി വെച്ചു. ഇനി ഇത് ക്യാൻസലാക്കാനും പറ്റില്ല. ഞാൻ ഓർത്തു നമ്മളടുത്ത് പറ്റിയൊരു മിസ്റ്റേക്കാണല്ലോ, അപ്പോൾ പിന്നെ ആ ഒരു റേറ്റിൽ തന്നെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതെന്തായാലും ക്യാൻസലാക്കാനും പറ്റില്ല. ഇനിയിപ്പോൾ അവർക്കൊരിത് വരണ്ട. ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു റേറ്റിൽ തന്നെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് 2 ആൾക്ക് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഇതിൽ തന്നെ 2 ആൾക്ക് ഡ്രസ്സ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. എനിക്കിങ്ങനെ മിസ്റ്റേക്ക് പറ്റാത്തതാണ്, ഫസ്റ്റാണ് ഇങ്ങനെ ഒരു പൊട്ടത്തരം പറ്റണത്.